സോ ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ എല്ലാ മച്ചന്മാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഗായ്സ്, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഞാൻ പറഞ്ഞ ആ ഒരു കേസ് കൊണ്ട് ആ സ്റ്റിച്ച് വായിലിട്ടേക്കുന്നതുകൊണ്ട് ആ പല്ലെടുത്തിട്ട് തിട്ടതുകൊണ്ട് നല്ല ഇഷ്യൂ ആയിരുന്നു ഗായ്സ് ഇനി സംസാരിക്കാനൊക്കെ. സോ അതുകൊണ്ട് തന്നെ ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. സോ ഗായ്സ്, ഇനി എന്തുവായാലും ഡെയിലി വീഡിയോസ് കാണും. എല്ലാവരും വീഡിയോസ് കാണുന്ന എല്ലാ മച്ചന്മാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ അന്ന് കളിച്ച ഓക്സൈഡിൻ്റെ ബാക്കിയാണ് ഗൈസ്. ഇന്ന് കുറേ അടിപൊളി സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്കെല്ലാം കണ്ടു നോക്കാം. സോ ഗൈസ്, പോവാം. എന്തായാലും നമ്മൾ വീണ്ടും നമ്മുടെ അങ്കത്തട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അന്ന് ചെയ്ത ഷെൽട്ടർ എല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഇത് നേരത്തെ ഒന്ന് റെക്കോർഡ് ചെയ്തായിരുന്നു. അതായത് ഈ വയ്യായിരുന്ന സമയത്ത് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്ത് പറ്റിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് പകുതി വെച്ച് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, 1.5 hour കൊണ്ട് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 10 മിനിറ്റത്തെ എങ്ങോട്ട് റെക്കോർഡുള്ളൂ, ബാക്കിയെല്ലാം ഫുള്ള് ബ്ലാക്ക് സ്ക്രീനായിട്ട് നിൽക്കും. എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അതും പോയി. പിന്നെ ആകെ അങ്ങനെയാണ് മൊത്തത്തിൽ മടിച്ചത്. കാരണം അത്ര നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യാനിരുന്നിട്ട് പോലും ആകെപ്പാടെ പെട്ട് പോയണ്ട ഗൈസ്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ആ എടുത്ത വീഡിയോ അത്യാവശ്യം കിടിലുമായിരുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയ്ക്കകത്ത് എന്തായാലും മിക്ക കാര്യങ്ങളെല്ലാം പെട്ടെന്നായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അന്നത്തെ ആ വീഡിയോയ്ക്കകത്ത് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തായാലും നമ്മളിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വന്നിറങ്ങിയതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഏതോ ഒരു പാവപ്പെട്ട കോടീശ്വരൻ്റെ ഒരു ഷെൽട്ടറാണ് ഈ കാണുന്നത്. ഞാനിപ്പം ഇവിടെ കയറി മൂട്ടിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ മൂട്ടിക്കുകയാണ് ചെയ്തത്. ഞാൻ ഒരു കള്ളനാണ് ഗൈസ്, ഞാൻ എല്ലാം മൂട്ടിക്കും. കാരണം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറേ വീഡിയോ ഒക്കെ നോക്കി. നമ്മളിപ്പം നമ്മുടെ അകത്ത് ആൾക്കാർ വരും, അവരുടെ അകത്ത് വരും, അവരത് സേഫാക്കി വെക്കേണ്ടത് അവരുടെ കാര്യം. കാരണം നമുക്കിപ്പോൾ ലൂട്ടൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന പെട്ടിക്കകത്തൊക്കെ നമുക്ക് ലോക്കൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും. സോ അങ്ങനെ ചെയ്യാത്ത വീട്ടിലൊക്കെ ആൾക്കാർ കയറി മൂട്ടിക്കും. ഞാൻ അന്ന് പണിഞ്ഞിട്ട ഷെൽട്ടറെല്ലാം ആരാണ്ട് കയറി തല്ലിപ്പൊട്ടിച്ച് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ദരിദ്രനായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും തുടങ്ങുവാണ് ഒന്നേന്ന്. അപ്പോൾ ഗായ്സ്, എന്തായാലും നമുക്ക് സാധനങ്ങളെല്ലാം എടുത്തിട്ട് നേരെ പോയിട്ടൊരു ഷെൽട്ടർ ക്രിയേറ്റ് ചെയ്യാം ഗായ്സ്. അപ്പോൾ ഇവിടുന്ന് കുറേ കിടിലം ഐറ്റംസ് കിട്ടുന്നുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വായോ. അയ്യോ, ഒന്നുമില്ല ഗായ്സ്, ചെറുതായിട്ടൊന്ന് വീടാണ്. അപ്പം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ മഞ്ഞക്കൊണ്ടിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കിട്ടി ഗൈസ്. സീരിയസ്ലി എനിക്ക് കിട്ടി. ഞാനിപ്പോൾ കയറി പൊട്ടിച്ച് വീട്ടിൽ മഞ്ഞ ഡ്രസ്സും പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കോടാലി, വെട്ടോത്തി, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് നമ്മളിപ്പോൾ ഉള്ള സ്റ്റോൺ ആക്സ് നമുക്ക് റിസർച്ച് ചെയ്യാനൊരു എക്യുപ്മെൻ്റ് ഉണ്ട്. അത് ഞാൻ പോകുന്ന ഭാഗത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ പറയുന്നത് പറഞ്ഞാൽ, ആ ഒരു റിസർച്ച് ചെയ്യുന്ന സംഭവം ഉണ്ട്. അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റോൺ ആക്സ് റിസർച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഡ്രസ്സൊക്കെ നമുക്ക് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് തന്നെ ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സോ അതൊക്കെ അൺലോക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനൊക്കെ വേണ്ട കുറേ ഐറ്റംസ് ഉണ്ട്. അതായത് സ്കാൽപ്സ്, അങ്ങനെയൊക്കെ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്, കുറേ മെറ്റീരിയൽസ് ഉണ്ട്. അതെല്ലാം ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ കാണുന്ന മിക്ക സ്റ്റോൺസും നമ്മുടെ വുഡൊക്കെ വെച്ചിട്ട് നമ്മളത് എന്താ പറയുക, ഇതിന് സംഭവം പറയും. അതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, എന്തായാലും ഇനി ആ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ഞാൻ ഒരു ഷെൽട്ടർ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷെൽട്ടർ ഞാൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഷെൽട്ടർ കെട്ടാൻ വേണ്ടിയുള്ള നല്ലൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തായാലും ഒരു ചെറിയ ഷെൽട്ടർ, അതായത് വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ അത്യാവശ്യം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ ഷെൽട്ടർ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുക. അത് പെട്ടെന്ന് നമുക്കൊന്ന് ബിൽഡ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമ്മളെന്തെങ്കിലും എല്ലാം പണിഞ്ഞ് അത്യാവശ്യം ഒരു ചെറിയ ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ 2 കഥ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ബുദ്ധി ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ കൂടെ വരുന്ന ആക്ക് മീൻസ് ഒരെണ്ണം പൊട്ടിച്ചാലും പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ആ ഒരു ബുദ്ധിയിലാണ് ഉദ്ദേശിച്ചത്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ഞാനേ ഒരു മണ്ടൻ, ചുറ്റിനും ഇത്ര സിംഗിൾ ലെയറിൽ കിടക്കുമ്പോൾ ഈ ഫ്രണ്ടിലത്തെ 2 ലെയറൊക്കെ പൊട്ടിക്കാൻ ആരെങ്കിലും നോക്കൂ? അതുമല്ല, അവന്മാർക്ക് മനസ്സിലാവും ഫ്രണ്ടിൽ 2 ലെയറാണ് ഉള്ളതെന്ന്. എൻ്റെ ദൈവമേ, എന്തോലും ഇരിക്കട്ടെ. ഞാൻ എന്തോലും ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഫ്രണ്ടിലൊരു വുഡൻ ഡോറും അകത്തൊരു മെറ്റൽ ഡോറുമാണ്. അപ്പോൾ എന്തായാലും ഇനി അകത്ത് കുറച്ച് പണിയുണ്ട്. അതായത് കുറേ സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വെച്ചേക്കുന്നത് ഈ സാധനം എന്ന് പറയുന്നത് നമുക്ക് ഫുർണൈസ് എന്നാ എന്തെങ്കിലും ആവട്ടെ പേര്. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നിന്നാണ് നമ്മൾ ഈ മെറ്റൽ പാർട്സ്, അതായത് ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. അതായത് വുഡും മറ്റൊരു സ്റ്റോണുണ്ട്, ഒരു
മെറ്റൽ ഓറിൻ്റെ ഒരു സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോൺ പൊട്ടിക്കുമ്പോൾ നമുക്ക് കുറച്ച് മെറ്റൽ ഓർ കിട്ടും. അത് ഇത് വുഡ് കൂടി ഇട്ടിട്ട് ഇതിനകത്തിട്ടിട്ടാണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് മെറ്റൽ പാർട്ടിക്കിൾസോ മെറ്റൽ അങ്ങനെ പറയുന്നൊരു സാധനം, ഒരു മെറ്റീരിയൽ ഉണ്ട്, അത് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ആ സാധനം വേണം. ആ സാധനം വെച്ചാൽ നമുക്ക് ഈ മെറ്റൽ വെച്ചിട്ടുള്ള ഡോറും, അതായത് മെറ്റലിൻ്റെ എന്ത് സാധനം വേണമെങ്കിലും ആ ഐറ്റം വേണം. അതുമല്ല നമ്മളിപ്പോൾ വീട് പാറയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ ആ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വീടിനെ നിലനിർത്തണമെങ്കിലോ അല്ലെങ്കിൽ അതിനെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിലോ ഈ മെറ്റൽ ഓർ വേണം. അതായത് മെറ്റൽ ഓറല്ല, ഈ മെറ്റൽ പാർട്ടിക്കിൾസ് വേണം. സോ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ സാധനം വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു സാധനം കൂടെ ഉണ്ട്. അടുത്തത് ഒരെണ്ണമല്ല, കുറച്ചധികം ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് പരിചയപ്പെടാം. എടാ ഇപ്പോൾ ഒരു സാധനം വരും, നോക്കിക്കോ. ഇതാണ് നമ്മുടെ ലൂട്ട് പെട്ടി. അതായത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ കൈ വെച്ചിട്ട് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏതെങ്കിലും തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഇത്ര സാധനങ്ങൾ ഇതിനകത്ത് ഇഷ്ടം പോലെ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്. അതെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് നൈസായിട്ട് പോകും. അപ്പോൾ എല്ലാം നമുക്ക് ഇതിനകത്ത് ഈ ലൂട്ട് പെട്ടിക്കകത്ത് അടക്കി വെച്ചിട്ട് പോകാം. ഇതല്ല, വലിയൊരു ലാർജ് ബോക്സ് ഉണ്ട്. ആ ലാർജ് ലൂട്ട് പെട്ടി നമുക്ക് ഉണ്ടാക്കണം. അത് വേണമെങ്കിൽ ഞാൻ നേരത്തെ അതിനകത്ത് ക്രാഫ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടില്ലേ, ആ വുഡും ആ സ്റ്റോണൂടെ ക്രാഫ്റ്റ് ആക്കി കിട്ടുന്ന ആ മെറ്റൽ പീസ് നമുക്ക് വേണം. അതുണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ആ വലിയ ലൂട്ട് പെട്ടി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്തുപോലും ആ ഒരു ലൂട്ട് പെട്ടി കിട്ടിക്കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ അതിനകത്തോട്ട് മാറ്റണം. അതാകുമ്പോൾ അതിനകത്ത് ഒരുപാട് സ്പേസും ഉണ്ട്. പിന്നെ അത് പെട്ടെന്ന് ആർക്കും പൊട്ടിക്കാനും പറ്റത്തില്ല. എങ്ങാണ് ഇതെല്ലാം തല്ലിപ്പൊളിച്ച് വന്നാലും അതിനകത്ത് ലോക്ക് കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആർക്കും പൊട്ടിക്കാൻ പറ്റത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കാണിക്കുന്നുണ്ട്, ഇതാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞത്. പാറയിലോട്ട് അപ്ഗ്രേഡ് ചെയ്താൽ മതി. ഈ എഴുതി കാണിക്കുന്നത് കണ്ട് രണ്ടാമത് ഒരിടത്ത് അടിച്ച് കഴിഞ്ഞിട്ട് അപ്ഗ്രേഡ് എന്ന് കാണിക്കുന്നുണ്ട്, റെഡ് കളർ കാണിക്കുന്നത്. അതാണ് മെറ്റൽ പീസ്. ആ സാധനം ഉണ്ടെങ്കിലേ നമുക്കിനി ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഈ പാറയിൽ നിന്ന് അതിൻ്റെ മേളിലുള്ളൊരു പീസുമായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തോലും ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, അത് നമുക്ക് പോയി കാണാം. സോ അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും 2 ഡോറും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിനകത്തിൻ്റെ മെയിൻ ഒരു സംഭവം. അതായത് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീസ്പോൺ ആയിട്ട് വരാൻ വേണ്ടി ഈ ബെഡ് നമുക്ക് എവിടെയാണ് നമ്മൾ റീസ്പോൺ ആയി വരേണ്ടത് അവിടെ വെക്കുക. ഞാനിതുപോലെ എൻ്റെ ഷെൽട്ടറിനകത്താണ് വെച്ചേക്കുന്നത്. കാരണം എവിടെയെങ്കിലും പോയി ചെത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ റീസ്പോണിൻ്റെ അടിയിൽ ഫസ്റ്റ് ബെഡെന്നോ അല്ലെങ്കിൽ നമ്മൾ എത്ര ബെഡ് ഉണ്ടാക്കുന്നോ അത് എവിടെ വേണമെങ്കിലും കൊണ്ടിടാം. ഫസ്റ്റ് ബെഡ്, സെക്കൻഡ് ബെഡ് എന്നൊക്കെ പറഞ്ഞു വരും. അപ്പം നമുക്ക് എവിടെ പോയാലും എവിടെ മരിച്ചാലും നമുക്ക് ഇവിടെ തന്നെ തിരിച്ച് റീസ്പോൺ ആയിട്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ മാപ്പിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും ഈ ബെഡ് ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥലം. അല്ലെങ്കിൽ അത്രയ്ക്ക് മാപ്പ് നോളജ് ആവശ്യം വേണ്ടി വരും. എടാ അതുകൊണ്ട് നമ്മൾ ഈ സാധനം കൺഫേം ആയിട്ടും ഇതിനകത്ത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പം ഇനി നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളിലൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ വലിയ ലൂട്ട് പെട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് നല്ലൊരു സ്ഥലത്തൊന്ന് പ്ലേസ് ചെയ്ത് വെച്ച് ഒന്ന് ഒതുക്കൊക്കെ വേണമല്ലോ റൂമാവുന്നു. അപ്പോൾ നമുക്കൊന്ന് നല്ലൊരിടത്ത് അടക്കി വെച്ചിട്ട് ഈ സാധനങ്ങൾ മറ്റേനകത്ത് നിന്ന് എല്ലാം കൂടെ പറക്കിപ്പുറത്താനോട്ട് ഇട്ടേക്കാം. നമുക്ക് എന്തായാലും ഇന്ന ലോക്ക് വേണം. ഞാനതാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. രണ്ടിനായാലും മറ്റേ വുഡൻ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരിതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും മെറ്റീരിയൽ മറ്റേ ഫ്രാഗ്മെൻറ്റ് വെച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെ വേണം. അത് ഞാൻ ഇതിനകത്ത് ബിൽഡ് ചെയ്യാൻ ഇട്ടിട്ടുള്ളൂ. ഇത് കറക്റ്റ് എത്ര എണ്ണം ആയണം, അതിനകത്ത് എത്ര ആയിരുന്നു വേണ്ടതെന്ന് ഞാൻ നോക്കിയില്ല. 38 25 എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതായിക്കഴിഞ്ഞാൽ നമുക്കതിന് ആ ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് മറ്റേനകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി എടുത്ത് ഇനി ഇപ്പുറത്തേനകത്തിലോട്ട് ആക്കണം. അതെല്ലാം ആക്കിയിട്ട് ഞാൻ അടുത്തൊരു സാധനം പണിയുന്നുണ്ട്. നമുക്ക് അതൊന്ന് പോയി കാണാം. ഇതെല്ലാം ആക്കുന്നത് നോർമലി നമുക്ക് അപ്പുറത്തുനിന്ന് എടുത്ത് വലിച്ചെടുത്ത് ഇപ്പുറത്തിട്ടാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് അധികം കാണാനൊന്നുമില്ല. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഓപ്പൺ ആക്കി ഈ സാധനം എല്ലാം എടുത്തിട്ട് ഇപ്പുറത്തേനകത്തോട്ട് ഇടണം. എന്നിട്ട് നമ്മുടെ ഇൻവെൻട്രിയിൽ നിന്ന് എടുത്തിട്ട് വേണം മറ്റേ ബോക്സിൽ ഇടണം. അപ്പോൾ കാശ് എന്തായാലും ഞാൻ അടുത്ത എന്താ പണിയാൻ പോകുന്നത് നമുക്ക് പോയി കാണാം. എൻ്റെ പൊന്നു വച്ചവരെ, ഞാനിത് കണ്ട് കണ്ണ് വെള്ളിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതിനകത്ത് ഈ ലൂട്ടെന്ന് പറയുന്ന ഈ സാധനം കണ്ടു. അത് ഞാൻ ഇതിലായിട്ട് തുറന്ന് നോക്കിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയുള്ളൂ. ഇഷ്ടം പോലെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ കിടക്കുന്നത് ഗായ്സ്. ഇനി നമുക്ക് എന്തുപോലെ എല്ലാ സാധനത്തിനും പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നിന്നിട്ട് എല്ലാം പണിഞ്ഞു വെക്കാം. ഈ സാധനമാണ് ഞാൻ പറയുന്നത് മറ്റേ റിസർച്ച് ചെയ്യുന്ന ഐറ്റം, നമ്മുടെ ടൂൾസ് റിസർച്ച് ചെയ്യുന്നത്. അത് ഞാൻ എന്തായാലും പണിഞ്ഞൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇഷ്ടംപോലെ പാറ റോക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും എല്ലാം ഒന്ന് പണിഞ്ഞ് അപ്ഗ്രേഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ പാറയാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തുപോലും ഞാനൊരു വലിയൊരു ലൂട്ട് പെട്ടിയും കൂടെ ഒരെണ്ണം കൂടെ വേണം. കാരണം നമുക്കിപ്പോൾ കുറേ ലൂട്ട് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നമുക്ക് സെറ്റാക്കി വെക്കാൻ വേണ്ടി ഒരു ലൂട്ട് പെട്ടിയും കൂടെ വേണം. അതൊന്ന് ഞാനൊന്ന് പണിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് ഈ സാധനം എല്ലാം ഒന്ന് മാറ്റി വെക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നു, ഇടയ്ക്ക് ഞാനൊരു 50 മില്യൺ കൂടെ ഉണ്ടാക്കിയായിരുന്നു. അത് എന്താ നമ്മൾ പറയുക, നോർമലി നമുക്ക് ക്ലോത്തും പിന്നെ നമുക്ക് വുഡും മാത്രം മതി നമുക്ക് ഒരു 50 മില്യൺ ഉണ്ടാക്കാൻ. പിന്നെ സ്റ്റോൺസും, ഇതിത്ര മതി. നമുക്ക് സുഖമായിട്ട് ഒരു 50 മില്യണൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇപ്പോൾ ഒരു സാധനം ബിൽഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ആക്സൊക്കെ ഞാൻ തീർന്നു പോകുമ്പോൾ നേരത്തെ എടുത്ത് ഡ്രോപ്പ് ചെയ്ത് കളയുകയായിരുന്നു ചെയ്യുന്നത്. ആ ആക്സ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടിയ കുറേ സാധനങ്ങളുണ്ട്. ഇതാണ്ട് ഈ മെറ്റൽ ഡോറൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ വെറുതെ പണിഞ്ഞതാണ്. ഈ ലൂട്ട് ഞാൻ നേരത്തെ തുറന്ന് നോക്കണ്ടായിരുന്നു. ചുമ്മാ പണിഞ്ഞാടാ, ഞാനത് വെറുതെ പണിഞ്ഞു പോയി.
ആ സാരമില്ല, എന്തായാലും ഇരിക്കട്ടെ. എന്തായാലും ഇതൊക്കെ എന്ത് കൺസ്യൂം ബോക്സ്. ആ അപ്പോൾ എടാ ഇതെല്ലാം കൺസ്യൂം ചെയ്യാനുള്ള എന്ത് കൺസ്യൂം ചെയ്ത് എന്ത് കിട്ടും? അളിയാ ഗ്രനേഡാ, ഗ്രനേഡാ ഒരേ വിഷയവും. എടാ ഈ ഗ്രനേഡ് ഉണ്ടെങ്കിൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞു ഈ ലോക്കൊക്കെ ഇട്ട് വെച്ചേക്കുന്നവന്മാരില്ലേ, അവന്മാരുടെ വീട്ടിലോട്ട് തൂക്കിയെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ലോക്കെല്ലാം പൊട്ടി പറിച്ചങ്ങ് പോകും. പിന്നെ അവരൊക്കെ വീട്ടിൽ കയറി എന്തൊക്കെയാണ് വെച്ചേക്കുന്നത് അതെല്ലാത്തിനും അത് ലോക്കില്ലെങ്കിൽ മാത്രം നമുക്ക് അടിച്ചെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെയും തേഞ്ഞടേ. എന്നാലും ഇപ്പം ദേ ഞാൻ ഈ എടുത്ത് ഇങ്ങോട്ട് വെക്കാൻ പോകുന്ന ഈ സാധനം ഉണ്ടല്ലോ, ആ സാധനമാണ് നമുക്ക് ഈ എന്താ നമ്മുടെ ആക്സിൻ്റെ ആയാലും അല്ലെങ്കിൽ എന്തിൻ്റെ ആയാലും നമ്മുടെ ഡ്യൂറബിലിറ്റി തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന വെപ്പൺസിൻ്റെ ഡ്യൂറബിലിറ്റി തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഡ്യൂറബിലിറ്റി ഇൻക്രീസ് ചെയ്യാം. അതായത് കുറഞ്ഞ ഡ്യൂറബിലിറ്റി നമുക്ക് ഹൈ ആക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നോർമൽ 100% ആക്കാൻ പറ്റും. അതാ ഞാനിപ്പോൾ എൻ്റെ സ്റ്റോൺ ആക്സിൻ്റെ ഡ്യൂറബിലിറ്റി തീർന്നായിരുന്നു, അപ്പോൾ ഞാനത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കാരണം വെറുതെ നമ്മൾ ക്രാഫ്റ്റ് പുതിയത് ചെയ്യണ്ടല്ലോ, ഓരോന്നോരോന്ന് നമുക്കിങ്ങനെ ഒരെണ്ണം മാത്രം മതി. നമുക്ക് ഇവിടെ വന്നിട്ട് എന്താ അതിനൊരു കാര്യം പറയുമല്ലോ, റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് ഒന്ന് സെറ്റായിട്ട് എന്താണ്ട് ഇപ്പോൾ വരാം. അപ്പോൾ അവിടെ അകത്തെല്ലാം ഒന്ന് ഞാനൊന്ന് ഒതുക്കി തീർത്തിട്ട് ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും നമുക്ക് ഇഷ്ടംപോലെ വുഡുണ്ട്. അപ്പം ദേ ഇവിടെ ഞാൻ നോക്കിയപ്പം നിറച്ചും റോക്കുകളുടെ ചാകര. ഈ കട്ട മാത്രം എനിക്ക് ആ ലൂട്ടിൽ നിന്നൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എന്തുമല്ല അത്യാവശ്യം, നമുക്ക് എന്തുമായാലും ഈ പിക്കാസ് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് ഇതെല്ലാം ഒന്ന് തുരന്നെടുക്കുക. ഈ കട്ടകൾ മുഴുവൻ ഇവിടെ കിടക്കുന്നത്. എൻ്റെ പൊന്നോ, ഇത്രയും കട്ടയൊക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഗ്യം, ഇറങ്ങും പോകണ്ട, എല്ലാം ഇവിടെ തന്നെ നമുക്ക് തുറന്നെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ തുറന്നെടുത്ത് വരാവേ. എടാ അപ്പം ഞാൻ കുറേ പാറകളും കുറേ മരങ്ങളും കൂടെ ഞാനൊന്നും വെച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാം കണ്ടപ്പോൾ ഞാൻ എല്ലാം അങ്ങ് വെട്ടിയെടുത്തിട്ടുണ്ട്. പോകുന്ന വഴി കാണുന്നത് ഞാൻ വെട്ടുണ്ടായതുപോലെ. കാരണം എന്ന് പറഞ്ഞാൽ മീൻസ് എപ്പോഴാണ് നമ്മുടെ കയ്യിൽ തീരുന്നതെന്ന് അറിയത്തില്ല. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ തീർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശോകവും. അപ്പോൾ എന്തായാലും ഒരു മുൻകരുതലിന് കുറച്ച് ഞാൻ പോകുന്ന വഴി കാണുന്നതും കൂടെ വെട്ടുന്നുണ്ട്. എന്തായാലും അവിടുത്തെ എല്ലാം ഞാൻ വെട്ടിയെടുത്ത് സുഖമാക്കി ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഇപ്പോൾ പോവുക. അപ്പോൾ എന്തായാലും ഡേ എന്താ അവിടെ നിന്നേ ഇപ്പം? അവിടെ എന്തോ നിന്നിട്ടുണ്ട്. ആടിസക്കേ ഗൈസ് പൊട്ടിച്ചാല അളിയ ഇവനെ ഞാൻ തീർത്തു. ഇവിടെ 2 വെടിക്കുതി. ആ ചുമ്മാ അല്ല എടാ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടാ. എനിക്കായിരുന്നെങ്കിൽ ഡബിൾ ബാരൽ കണ്ണും പിന്നെ മറ്റേ ഇല്ല മിനി യൂസി പോലത്തെ ഒരു തോക്കും ഇതിനകത്ത് കിട്ടിയായിരുന്നു. ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. എന്ന് വെച്ചാൽ മറ്റേ ലവ്മാർ ഷെൽട്ടറിൽ കയറി അടിച്ച് മാറ്റിയപ്പോൾ കിട്ടിയതാണ്. എടാ പിന്നെ നമുക്ക് ഇതുപോലെ ആനിമൽസിലേക്ക് കാണുവാണെങ്കിൽ വെട്ടിയാൻ കൊന്നേക്കണം കേട്ടോ. അതായത് ക്രോസ് ബോയോ അല്ലെങ്കിൽ നോർമൽ ബോയോ വല്ലതും നമ്മൾ ഉണ്ടാക്കണം, ക്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് നമ്മളത് വെച്ച് ഇവരെ ഹണ്ട് ചെയ്ത് നമ്മൾ ഇവരുടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റ്, ക്ലോത്ത്, ബോണ്, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും ഒരിതും വെക്കാതെ എല്ലാം നമ്മൾ അടിച്ച് മാറ്റിക്കോണം. അതായത് അമ്മറയിൽ നിന്ന് എല്ലാം അടിച്ചെടുത്തോണം തല്ലിക്കൊന്നിട്ട്. എന്നാലേ നമുക്കിവിടെ നല്ല രീതിയിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തുവായാലും ഗൈസ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം ഇനി ഞാൻ സ്റ്റിച്ച് എടുത്ത ഡേ ആണ്. കുറച്ച് ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും അടുത്തൊരു കിടിലം വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ.